നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് റെയിൽവേ വയനാടിന്റെ മാത്രം സ്വപ്നമല്ലെന്നും കേരളത്തിന്റേതു കൂടിയാണെന്നും വണ്ടൂർ MLA AP അനിൽകുമാർ. ജീവിക്കാൻ മാർഗങ്ങളില്ല, അംഗവൈകല്യം സംഭവിച്ച ആദിവാസി മധ്യവയസ്കൻ ഭിക്ഷാടനം നടത്തുന്നു. ബന്ധപ്പെട്ട വകുപ്പിന് അപേക്ഷ നൽകിയിട്ടും നടപടിയില്ല. കർക്കിടക വാവുബലി, തിരുനെല്ലി പൊൻകുഴി ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബലികർമ്മങ്ങൾ പുലർച്ചെ 3:30 മുതൽ ആരംഭിക്കും. അപകടക്കെണി ഒരുക്കി വനപാതയോരങ്ങളിലെ ഉണങ്ങിയ മരങ്ങൾ. ബത്തേരി പുൽപ്പള്ളി റോഡിൽ യാത്ര ജീവൻ പണയം വെച്ച് ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. ജനവാസ കേന്ദ്രത്തിൽ പുലിയിറങ്ങി. ചീരാൽ കണ്ണിവട്ടം പ്രദേശം ഭീതിയിൽ. വനംവകുപ്പ് തിരച്ചിൽ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിഷേധമിരമ്പി UDFന്റെ കൂട്ട ഉപവാസം. വയനാടിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരത്തിലാണ് സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പിയത്. വയനാട് റെയിൽവേ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും വയനാട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് IC ബാലകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചത്. വയനാടിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF ബത്തേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര മൈതാനിയിൽ കൂട്ട ഉപവാസം നടത്തിയത്. രാവിലെ 8-ന് ആരംഭിച്ച ഉപവാസത്തിന് IC ബാലകൃഷ്ണൻ MLA നേതൃത്വം നൽകി. വയനാട് റെയിൽവേ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, വയനാട് മെഡിക്കൽ കോളേജ് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുക, വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, രാത്രിയാത്രാ നിരോധനം പിൻവലിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക, ചുരംബദൽ റോഡ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ട ഉപവാസം നടത്തിയത്. വയനാട് ജില്ലയിൽ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ ഗവൺമെൻറ് ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയോ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു പദ്ധതിയും ആവിഷ്കരിക്കുന്നില്ല. രാവിലെ മുതൽ തന്നെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി സംഘടനകളും നേതാക്കളും എത്തി. നിയോജകമണ്ഡലത്തിലെ 8 UDF പഞ്ചായത്ത് കമ്മിറ്റികളും പ്രകടനമായി എത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഇതിനു പുറമെ റെയിൽവേ ആക്ഷൻ കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, KSU, MSF, INTUC, STU, കർഷക കോൺഗ്രസ്, ലോയേഴ്സ് കോൺഗ്രസ്, NGO അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി. പ്രതിഷേധ പരിപാടി വണ്ടൂർ MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വയനാട് റെയിൽവേ വയനാടിന്റെ മാത്രം സ്വപ്നമല്ലെന്നും കേരളത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വയനാട് വികസന കുതിപ്പ് നടത്തിയെന്നും ഈ സർക്കാർ സമസ്ത മേഖലകളിലും വയനാടിനെ അവഗണിക്കുകയാണെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പിന്നിട്ട ഒരു വർഷത്തിനിടയിൽ യഥാർത്ഥത്തിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പദ്ധതികളോട് സൂചിപ്പിച്ചു. ആ പദ്ധതികളൊക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് വയനാടിന്റെ വികസനത്തിന് എതിരായ ഒരു സമീപനം എടുക്കുന്നു എന്ന നിർഭാഗ്യകരമായ സാഹചര്യം. MA ഷാനവാസ് MP ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉപവാസ സമരത്തിൽ MLAയ്ക്ക് പുറമെ നേതാക്കളായ ND അപ്പച്ചൻ, PV ബാലേന്ദ്രൻ, KK അബ്രഹാം, CP വർഗീസ്, KL പൗലോസ്, T മുഹമ്മദ്, MA അസൈനാർ, PP അയ്യൂബ്, അബ്ദുള്ള മാടക്കര, K ബാലൻ, T ഉഷാകുമാരി, MC സെബാസ്റ്റ്യൻ, പ്രൊഫസർ KP തോമസ്, OM ജോർജ്, KK ഗോപിനാഥൻ മാഷ്, KE വിനയൻ തുടങ്ങി നിരവധി നേതാക്കളും ജനപ്രതിനിധികളും സംസാരിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. അപകടത്തിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിച്ച ആദിവാസി മധ്യവയസ്കൻ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഭിക്ഷാടനം നടത്തുന്നു. തൃക്കൈപ്പറ്റ ഗോവിന്ദൻപാറ കോളനിയിലെ നാരായണനാണ് ദൈനംദിന ചിലവുകൾക്ക് മറ്റു മാർഗമൊന്നുമില്ലാതെ ഭിക്ഷാടനത്തിന് ഇറങ്ങിയത്. 4 കുട്ടികളും ഭാര്യയും അമ്മയും അടങ്ങുന്നതാണ് നാരായണന്റെ കുടുംബം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിരവധി അപേക്ഷകൾ കൊടുത്തിട്ടും സഹായമൊന്നും ലഭിച്ചില്ലെന്ന് പരാതി. 2 വർഷം മുമ്പ് തൃക്കൈപ്പറ്റ സ്വകാര്യ വ്യക്തിയുടെ പാടത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് നെല്ല് മെതിക്കുന്ന യന്ത്രത്തിൽ കുടുങ്ങി നാരായണന്റെ ഇടതുകൈ അറ്റത്. ചികിത്സ ലഭ്യമായെങ്കിലും നഷ്ടപരിഹാരം ഒന്നും കിട്ടിയില്ലെന്ന് നാരായണൻ പറയുന്നു. അംഗപരിമിതി ഉള്ളതിനാൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാരായണൻ. ദൈനംദിന ചിലവുകൾക്ക് മറ്റു മാർഗം ഇല്ലാതായതോടെ ഭിക്ഷാടനത്തിന് ഇറങ്ങുകയായിരുന്നു. 4 കുട്ടികളും രോഗിയായ ഭാര്യയും അമ്മയും അടങ്ങുന്നതാണ് നാരായണന്റെ കുടുംബം. നഷ്ടപരിഹാരം ലഭിക്കാനും മറ്റുമായി നിരവധി അപേക്ഷകൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. ട്രൈബൽ ഓഫീസുകളിൽ സഹായം അഭ്യർത്ഥിച്ച് പോകുമ്പോൾ അവർ പരിഹസിച്ച് ഇറക്കിവിടാറുണ്ടെന്ന് നാരായണൻ ആരോപിക്കുന്നു. ആദിവാസികളുടെ ഉന്നമനത്തിനായി സർക്കാർ കോടികൾ ചെലവഴിക്കുമ്പോഴാണ് ഒരു കുടുംബം പട്ടിണിയിലാകാതിരിക്കാൻ യാചിക്കേണ്ടി വരുന്നത്. തന്റെ കുടുംബത്തിന്റെ ദൈന്യത ബന്ധപ്പെട്ടവർ മനസ്സിലാക്കി
ഏതെങ്കിലും രീതിയിൽ സഹായം ലഭ്യമാക്കണമെന്നാണ് നാരായണന്റെ അപേക്ഷ. നമ്മളെ കളിയാക്കി ചികിത്സിച്ചാണ്, അല്ലെങ്കിൽ 10-500 ഏതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് വയ്ക്കുകയാണ്. അവർ ചികിത്സിച്ചാണ് ഇരുത്തേക്കുന്നത്. വേറെ ഈ 500 റുപ്യ കൊണ്ട് നമുക്ക് ഒരു കിലോ അരി വാങ്ങാൻ തയ്യോ, വണ്ടിക്കൂലി തയ്യോ. സാജർ പുത്തലാൻ, വയനാട് ന്യൂസ്, മേപ്പാടി. പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 500 പേർക്ക് ഒരേ സമയം ഇരുന്ന് ബലികർമ്മങ്ങൾ നടത്താൻ പറ്റുന്ന ബലിത്തറയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 കർമ്മങ്ങൾക്ക് തുടക്കമാകും. കർക്കിടക വാവുബലിയോടനുബന്ധിച്ചുള്ള ബലികർമ്മങ്ങൾ നടത്താനായി പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 3:30 മുതൽ തന്നെ കർമ്മങ്ങൾ ആരംഭിക്കും. ക്ഷേത്രം ശാന്തി ഗിരീഷ് അയ്യർ ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ബലികർമ്മങ്ങൾ നടത്തുന്നതിനായി ക്ഷേത്ര പരിസരത്ത് ഒരേ സമയം 500 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക ബലിത്തിറയും ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ ഭക്തർ എത്തി തുടങ്ങുമെന്നതിനാൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഫോറസ്റ്റ്, പോലീസ്, ഫയർ റെസ്ക്യൂ, ആരോഗ്യം, KSRTC തുടങ്ങിയ വകുപ്പുകളുടെ സഹായവും ഏതു സമയവും ക്ഷേത്ര പരിസരത്ത് ഉണ്ടാവുന്ന തരത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. KSRTC രാവിലെ 3:30 മുതൽ ബത്തേരി താഴെ സ്റ്റാൻഡിൽ നിന്നും സർവീസ് ആരംഭിക്കും. അതിർത്തി സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ പിതൃതർപ്പണം നടത്തുന്നതിനായി പൊൻകുഴിയിൽ എത്തിച്ചേരും. 2 മണിയോടെ ബലികർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാവുബലിൻ്റെ എല്ലാ കാര്യം ഉറക്കം പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 3:30 മണിക്ക് ഈ കർമ്മങ്ങൾ തുടങ്ങും. ഒരേ സമയത്തിൽ ഒരു 10-700 ആൾക്കാർക്ക് ഇരുന്ന് കർമ്മം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ആക്കിയിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. നാനാഭാഗത്തു നിന്നും വിശ്വാസികൾ ദിനംപ്രതി ബലികർമ്മം നടത്താൻ എത്തുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാളെ പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ബലിതർപ്പണം നടക്കുക. യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി വിപുലമായ ഗതാഗത സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എല്ലാ സ്വകാര്യ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും കാട്ടിക്കുളത്ത് പാർക്ക് ചെയ്യണം. കാട്ടിക്കുളം മുതൽ തിരുനെല്ലി ക്ഷേത്രം വരെ KSRTC പ്രിയദർശിനി ബസ്സുകൾ ചെയിൻ സർവീസ് നടത്തും. ബലിസാധന വിതരണത്തിന് പാപനാശിനിയിൽ പ്രത്യേക കൗണ്ടറും ബലികർമ്മം ചെയ്യിക്കുന്നതിന് കൂടുതൽ കർമ്മികളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് അത്താഴവും പ്രഭാത ഭക്ഷണവും സൗജന്യമായി ലഭിക്കും. ഉത്തരമേഖല ADGP, വയനാട് ജില്ലാ കളക്ടർ, വയനാട് ജില്ലാ പോലീസ് ചീഫ് 500-ലധികം പോലീസുകാരുടെയും നേതൃത്വത്തിൽ ക്യാമ്പ് ചെയ്ത് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിനും ബലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വയനാട് ന്യൂസ്, മാനന്തവാടി. പുൽപ്പള്ളി ബത്തേരി പാതയോരത്തെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. ഇരുളം മുതൽ കുപ്പാടി വരെയുള്ള വനമേഖലയിലൂടെ കടന്നുപോകുന്ന പാതയോരത്താണ് ഏതു നിമിഷവും നിലം പൊത്തുന്ന അവസ്ഥയിൽ മരങ്ങൾ ഭീഷണിയായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബത്തേരി റൂട്ടിലെ 5-ാം മൈലിൽ വെച്ച് സ്വകാര്യ ബസ് മരം റോഡിലേക്ക് വീഴുന്നത് കണ്ട് സഡൻ ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് തലകീഴായി റോഡിലേക്ക് മറഞ്ഞിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരുളം മുതൽ കുപ്പാടി വരെയുള്ള വനമേഖലയിൽ ഉണങ്ങി റോഡിലേക്ക് വീഴാനായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. രാത്രികാലങ്ങളിലെത്തുന്ന യാത്രക്കാരാണ് ഇതുമൂലം ഏറെ ദുരിതത്തിലാകുന്നത്. കാലവർഷം ആരംഭിച്ചതോടെ റോഡിലേക്ക് മരങ്ങൾ വീഴുന്നത് പതിവായതോടെ ബൈക്ക് യാത്രക്കാരുൾപ്പെടെയുള്ളവർക്ക് ഈ പാതയിലൂടെ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ലെവലൈസ് റോഡായതിനാൽ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. കഴിഞ്ഞ ദിവസം ഇരുളം മൂന്നാനക്കുഴിയിൽ വച്ചുണ്ടായ അപകടവും ബസ് മരത്തിലിടിച്ചതിനെ തുടർന്നായിരുന്നു മറഞ്ഞത്. തിരക്കേറിയ പാതയിലെ വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്തി അപകടങ്ങൾ കുറയ്ക്കാൻ പോലീസ്, RTO വകുപ്പുകളുടെ പരിശോധന കർശനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമിത വേഗതയിൽ വാഹനങ്ങളെത്തുന്നത് മൂലം ഈ പാതയിൽ ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ബത്തേരി പുൽപ്പള്ളി ദേശീയപാതയിൽ മരം ഒഴിഞ്ഞു വീണപ്പോഴാണ് പെട്ടെന്ന് നിർത്തിയ ഒരു ബസ് അപകടത്തിന് ഇടയാക്കിയത്. അതുപോലെ തന്നെ മറ്റ് നിരവധി സ്വകാര്യ വാഹനങ്ങളുടെ ഓമിനി വാനുകൾ അപകടത്തിൽപ്പെട്ടു, ഡ്രൈവർക്ക് പരിക്കേറ്റു. നിരവധി ആളുകൾക്ക് വനമേഖലയിലുള്ള മരങ്ങൾ, ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ വീണ് പരിക്കേൽക്കുന്ന വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുന്ന അവസ്ഥ നിലവിലുണ്ട്. അതുകൊണ്ട് വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പാതയോരങ്ങളിൽ ഉണങ്ങി നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുള്ളതാണ് പൊതുസമൂഹത്തിന് ആവശ്യപ്പെടുവാനുള്ളത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ചീരാൽ കണ്ണിവട്ടം പ്രദേശത്ത് പുലി ഇറങ്ങി. ഇന്ന് കാലത്ത് 9:30യോടെയാണ് പ്രദേശവാസികൾ പുലിയെ കണ്ടത്. കണ്ണിവട്ടം സാബിറ പുലിയെ കണ്ട് ശബ്ദമുണ്ടാക്കി പ്രദേശവാസികളെ അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കുട്ടിയോടൊപ്പം വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് സാദ്ര പുലിയെ കണ്ടത്. ബഹളം വെച്ച് ആളുകളെ കൂട്ടുകയായിരുന്നു. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചു. നാട്ടുകാരും ഫോറസ്റ്റ് അധികൃതരും തിരച്ചിൽ നടത്തി. 30ഓളം കുടുംബങ്ങളാണ് കണ്ണിവട്ടം പ്രദേശത്ത് താമസിക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാത്രിയായാൽ പുറത്തിറങ്ങാൻ കഴിയാറില്ലെന്നും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കൽപ്പറ്റയിൽ നിന്നും റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കം സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി.
വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ജനവാസ കേന്ദ്രത്തിൽ പുലിയിറങ്ങിയത് ഭീതിയിലാക്കിയിരിക്കുകയാണ് പ്രദേശവാസികളെ. രാവിലെ 9:00 ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുലിനെ കണ്ടു. ഞങ്ങളവരെ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചു വരുത്തി. പക്ഷെ ഞങ്ങൾ ഒരു പുലി വന്നാലോ എന്ത് വന്നാലും ഞങ്ങൾക്കൊന്ന് ഓടി പോകാനോ ഉള്ള ഒരു ഇതുമില്ല. ഞങ്ങളുടെ വഴിയൊക്കെ ആകെ ഇതായിട്ട് കിടക്കുകയാണ്, ചെളി. ഞങ്ങൾ എത്രയോ പ്രാവശ്യം അപേക്ഷകൾ കൊടുത്തു. അതിന് വേണ്ടിയിട്ടൊന്നും അവരാരും ഒന്ന് വന്ന് നോക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല. ഭയങ്കര കഷ്ടമാണ് ഞങ്ങളുടെ കാര്യം. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൻ. മേപ്പാടി നത്തംകുനി പുൽക്കുന്ന് കോളനിയിലെ കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതമെന്ന് പരാതി. ലക്ഷങ്ങൾ മുടക്കിയ കിണറും ടാങ്കും അനുബന്ധ വസ്തുക്കളും വെറുതെ നശിക്കുമ്പോഴും കോളനിവാസികൾ കുടിവെള്ളത്തിനായി മഴയെ ആശ്രയിക്കേണ്ടി വരുന്നു. ടാങ്കിന് മുകളിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിൽ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. 2016 നവംബർ 24-ന് മന്ത്രി സുനിൽകുമാർ മാതൃകാ കോളനിയായി പ്രഖ്യാപിച്ച കോളനിയാണിത്. പുൽക്കുന്ന് കോളനിയിലെ കുടിവെള്ള പദ്ധതി നിർമ്മാണം കഴിഞ്ഞ് 7 മാസമായിട്ടും ഒരു ദിവസം മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് കോളനിവാസികൾ പറയുന്നു. 14 വീടുകളാണ് കോളനിയിലുള്ളത്. കിണറിന് ചുറ്റുമുള്ള കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഇടിഞ്ഞു താഴ്ന്നതിനാൽ ഇപ്പോൾ കിണറിൽ നിന്ന് നേരിട്ട് വെള്ളം ശേഖരിക്കാൻ കഴിയുന്നില്ല. ഇതുമൂലം വീടുകൾക്ക് മുകളിൽ സ്ഥാപിച്ച ടാങ്കുകളിൽ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടി മഴവെള്ളം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. കിണറൊക്കെ പൂർത്തിയായി. കുടിവെള്ളപ്പോൾ നമ്മൾ ടാങ്ക് വെച്ചിട്ട് മഴവെള്ളം അതിലേക്ക് ഇറക്കിയിട്ടാണ് കുടിക്കുന്നത്. ഇന്നിവിടെ വെള്ളം മുക്കാൻ വന്നുകൊണ്ടിരുന്ന ആളെ കൂടി നിർത്തിയിരിക്കുകയാണ്. ചുറ്റുഭാഗം പൊട്ടി തകർന്ന് ഇരിക്കുകയാണ്. കിണറിന് ചുറ്റും ഇടിഞ്ഞു താഴ്ന്നതോടെ കിണറിലെ വെള്ളം ചെളി നിറഞ്ഞതായി മാറിയിരിക്കുകയാണ്. മാസങ്ങളായി കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കാതിരുന്നിട്ടും ബന്ധപ്പെട്ട അധികാരികളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കോളനിവാസികൾ പറയുന്നു. നിർമ്മാണ പ്രവർത്തികളിലെ ക്രമക്കേട് കാരണമാണ് പദ്ധതി പെട്ടെന്ന് തന്നെ നിർജീവമായത് എന്ന് ആരോപണമുയരുന്നു. അധികൃതർ കോളനി സന്ദർശിച്ച് പദ്ധതി പ്രവർത്തനമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോളനിവാസികളുടെ ആവശ്യം. വയനാട് ന്യൂസ്, മേപ്പാടി. ചീരാൽ വെള്ളച്ചാൽ ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾ മഴ പെയ്താൽ വീടിനുള്ളിൽ വെള്ളം കയറി ദുരിതത്തിൽ. സമീപത്തുകൂടെ ഒഴുകുന്ന വെള്ളച്ചാൽ തോട്ടിൽ നിന്നാണ് വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്നത്. ഈ മലിനജലമാണ് ഇവർ കുടിവെള്ളത്തിനായും ഉപയോഗിക്കുന്നത്. മഴക്കാലമായാൽ സ്കൂളുകളിലും കടത്തിണ്ണകളിലുമാണ് ഇവരുടെ താമസം. 4 വർഷങ്ങളായി ഇവരെ മാറ്റി താമസിപ്പിക്കാമെന്ന വാഗ്ദാനവുമായി അധികൃതർ എത്താറുണ്ട്. ഇവരുടെ പുനരധിവാസത്തിന് ട്രൈബൽ വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പറയുന്നു. എന്നാൽ ഇതുവരെ പരിഹാരമായില്ല. വെള്ളച്ചാൽ തോടിനോട് ചേർന്നാണ് ഇവരുടെ വീടുകൾ. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കുടിവെള്ളക്ഷാമവും അനുഭവിക്കുകയാണ് അവർ. കുടിവെള്ളത്തിനായുള്ള പൈപ്പുകൾ കോളനികളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം ലഭിക്കാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് കളക്ടർ അടക്കമുള്ള അധികാരികൾ മാറ്റി താമസിപ്പിക്കാമെന്ന വാക്ക് നൽകിയെങ്കിലും ഇതുവരെ പ്രാരംഭ നടപടികൾ പോലും ആയിട്ടില്ല. വെള്ളപ്പൊക്കം കയറുമ്പോ എല്ലാരും പറയും പിന്നെ നാളെ തരാം മറ്റന്നാൾ തരാം സ്ഥലം എന്നൊക്കെ. പക്ഷെ വെള്ളം പോയി കഴിയുമ്പോഴാണ് പിന്നെ ആരും ഉണ്ടാവില്ല. വെള്ളം പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അന്നേരം എപ്പോ നമ്മൾ തരാറ്റെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ആരും പ്രമോട്ടർ ഉണ്ടായില്ല, മെമ്പർ ഉണ്ടായില്ല. ഓരോ വർഷക്കാലവും തങ്ങളുടെ പാത്രങ്ങളും തുണികളും എടുത്ത് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കും. കുടുംബങ്ങളെ ഉടൻ മാറ്റി താമസിപ്പിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, ചീരാൻ. ചേകാടി പാളക്കൊല്ലി റോഡിനെ ത്രിതല പഞ്ചായത്ത് അവഗണിക്കുന്നതായി പരാതി. പാളക്കൊല്ലി മുതൽ പൊളന്ന ചേകാടി വരെയുള്ള 3 കിലോമീറ്റർ ദൂരം റോഡാണ് പൂർണ്ണമായി തകർന്നത്. മഴക്കാലമായതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണ്. മഴക്കാലമായതോടെ റോഡിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇതുമൂലം ഇതുവഴി കാൽനടയാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. 3ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡ് കൂടിയാണിത്. ചെതലയം റേഞ്ചിലെ പാതിരി നോർത്ത് വനമേഖലയിലൂടെ കടന്നുപോകുന്ന റോഡിനെ അധികൃതർ അവഗണിക്കുന്ന സമീപനമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ചേകാടിപ്പാലം പൂർത്തിയായതോടെ എളുപ്പത്തിൽ കാട്ടിക്കുളം കുടക് ഭാഗങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന പ്രധാന പാതയാണിത്. പൊളന്ന മുതൽ പാളക്കൊല്ലി വരെയുള്ള റോഡിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നു കുണ്ടും കുഴിയുമായതിനാൽ ചെറുവാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ പോലും ഇതുവഴി വരാൻ മടിക്കുന്ന അവസ്ഥയാണ്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ നാമമാത്ര ഭാഗങ്ങൾ ടാറിംഗ് നടത്തിയതല്ലാതെ വർഷങ്ങളായിട്ട് യാതൊരു പ്രവർത്തനവും നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചേകാടി പ്രദേശത്തെ ആളുകൾക്ക് റോഡിന്റെ തകർച്ച മൂലം വാഹനങ്ങൾ വരാത്തതുകൊണ്ട് യാത്രാക്ലേശം രൂക്ഷമാകാൻ കാരണമാകുന്നു. റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ജനതാദൾ യു ഇപ്പോഴും UDF-ൽ തന്നെയാണെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വർഗീയ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് വീരേന്ദ്രകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും. ഇവർ UDF-ന്റെ ഭാഗമാണെന്നും അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർത്ത് UDF-നൊപ്പം ജനതാദളിനെ നിർത്തുമെന്നും KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു.
വർഗീയ ഫാസിസത്തെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന ജനതാദൾ. UDFന്റെ അവിഭാജ്യ ഘടകമാണ്. ഞങ്ങളും ജനതാദളും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായ ബന്ധമാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവർക്ക് ഈ മുന്നണിക്കകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചർച്ച ചെയ്യും, അത് പരിഹരിക്കും. UDFൽ നിന്ന് ജനതാദൾ വിട്ടുപോകും എന്ന് ഞങ്ങളിപ്പോൾ കരുതുന്നില്ല. മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച അഡൽ ടിങ്കറിംഗ് ലാബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലാബിന്റെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി അധ്യക്ഷയായിരുന്നു. നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് K ശോഭൻകുമാർ, ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ദേവകി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മാനന്തവാടി വരട്ടിമൂല ഉടുമ്പശ്ശേരി ദേവരാജന്റെ വീടിന് മുകളിലേക്കാണ് ഇന്നലത്തെ ശക്തമായ കാറ്റിൽ മരം വീണത്. ദേവരാജും ഭാര്യ ഷീബയും പുറത്തു പോയിരുന്നു. മക്കളായ മിഥുനും മിഥുലയും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് പേടിച്ച കുട്ടികൾ വീടിന് പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. ശുചിമുറി മരം വീണ് പൂർണ്ണമായി തകർന്നു. 2 കിടപ്പുമുറികളുടെ ഷീറ്റ് തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. കോൺഗ്രസ് കുടുംബ സംഗമത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടിയിൽ KPCC പ്രസിഡന്റ് MM ഹസൻ നിർവഹിച്ചു. ജീവൻ കൊടുത്തും മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. മോദി ഭരണത്തിൽ രാജ്യത്ത് മതേതരത്വം തകർന്ന് വർഗീയ ചേരിതിരിവിനാണ് രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ജീവൻ കൊടുത്തും കോൺഗ്രസ് പ്രവർത്തകർ മതേതരത്വം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബൂത്ത് പ്രസിഡന്റ് കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ, നേതാക്കളായ KP അനിൽകുമാർ, സക്കീർ ഹുസൈൻ, KK എബ്രഹാം, ND അപ്പച്ചൻ, MS വിശ്വനാഥൻ, MG ബിജു, AKD മൊയ്തുട്ടി, ഡെന്നിസ് കണിയാരം, A സുനിൽകുമാർ, PV ജോർജ്, അഡ്വക്കേറ്റ് AK വർഗീസ്, തങ്കമ്മ യേശുദാസ്, ഷീജ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടക ഇല ഭക്ഷണ വിഭവങ്ങൾ പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. മാനന്തവാടി ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികളുടെ അറിവ് വികസിപ്പിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച അറിവുമേളയുടെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടി കർക്കിടകത്തിൽ ഉപയോഗിക്കുന്ന ഇലകൾ കൊണ്ടുള്ള ഉപ്പേരികളും കറികളും ഉണ്ടാക്കി കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത് ഏറെ പുതുമയാർന്നതായി. 60ഓളം രക്ഷിതാക്കളാണ് ഇലകൾ കൊണ്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ പാചകം ചെയ്ത് കൊണ്ടുവന്നത്. ഇലകളുടെ പ്രാധാന്യം, ഔഷധ ഗുണങ്ങൾ, ഇവ ഉപയോഗിക്കേണ്ട രീതി, ഇലകൾ എവിടെയൊക്കെ വളരുന്നു തുടങ്ങി മുഴുവൻ വിവരങ്ങളും അടങ്ങിയ ചാർട്ടും പ്രദർശിപ്പിച്ചു. ഇലകൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഉച്ചഭക്ഷണമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. അറിവുമേളയുടെ ഭാഗമായി ചാന്ദ്രദിന ക്ലാസ്, ഡോക്യുമെന്ററി പ്രദർശനം, ഡോക്യുമെന്ററി പ്രകാശനം, നാടൻ ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട പഠന ക്ലാസ്, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും ഉണ്ടായിരുന്നു. സുധീഷ് കരിങ്ങാടി, A അജയകുമാർ, ഷാന ചൂട്ടക്കടവ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് വേണ്ടി കർക്കിടകത്തിലെ ഇലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ആ ഇലകളുടെ പ്രദർശനവും അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസും, തുടർന്ന് ആ ഇലക്കറികൾ ഉപയോഗിച്ച് ഇന്നത്തെ ഉച്ചഭക്ഷണം കുട്ടികൾ കഴിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതുകൂടാതെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, അതേപോലെ വിദ്യാരംഗം കലാസാഹിത്യവുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്ററി പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികൾ ഇന്ന് നടക്കുകയാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. ചെകുത്താൻ വേദമോതുന്നതിന് തുല്യമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. മേപ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വെള്ളിത്തോളിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷത്തിൽപ്പെടുന്ന മുസ്ലിമുകളെയും ദളിത് സമൂഹത്തിൽപ്പെട്ടവരെയും തിരഞ്ഞെടുത്ത് പശുവിന്റെ പേരിൽ ആക്രമണം നടത്തുന്നതും ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും തകർക്കാൻ കരുതിക്കൂട്ടി RSSും BJPയും നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് R സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം ND അപ്പച്ചൻ, KPCC സെക്രട്ടറി KK എബ്രഹാം, PP ആലി, ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. OISCA ബത്തേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. കോഓപ്പറേറ്റീവ് കോളേജിൽ നടന്ന പരിപാടി കോളേജ് സെക്രട്ടറി KJ തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ VR തരിയത്ത് അധ്യക്ഷനായിരുന്നു. വിനയകുമാർ അഴിപ്പുറത്ത്, നദീർ എന്നിവർ സംസാരിച്ചു. വെഹിക്കിൾ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ 26ാമത് വാർഷിക ജനറൽ ബോഡി ബത്തേരിയിൽ സംഘടിപ്പിച്ചു. VRA ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന കോർഡിനേറ്റർ PM വേണുനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മജീദ് ബാവ അധ്യക്ഷനായിരുന്നു. അലവി, ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ മതേതരത്വം ആടിയുലയുകയും ജനാധിപത്യം തകർക്കപ്പെടാൻ പോവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിനെയാണ് ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നതെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഇന്ദിരാഗാന്ധി ജീവൻ ബലി നൽകിയതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതെന്നും MM ഹസൻ പറഞ്ഞു. പഴൂർ വല്ലത്തൂരിൽ നടന്ന കോൺഗ്രസ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മുണ്ടക്കൊല്ലി ബൂത്ത് പ്രസിഡന്റ് M ബാലൻ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, ND അപ്പച്ചൻ, KPCC സെക്രട്ടറിമാരായ KK എബ്രഹാം, MS വിശ്വനാഥൻ, സക്കീർ ഹുസൈൻ, വത്സലൻ,
CP വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ആദരിച്ചു. അംഗൻവാടി വർക്കർ ഹെൽപ്പർ ഇന്റർവ്യൂ ബോർഡിൽ ഭരണസമിതി അറിയാതെ CPM സ്വന്തമായി അംഗങ്ങളെ നിശ്ചയിച്ചു കൊടുത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മാനന്തവാടി മുനിസിപ്പാലിറ്റി UDF കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാൻ എഴുതി കൊടുത്ത ഈ ഇന്റർവ്യൂ ബോർഡിനെ ശക്തമായി പ്രതിപക്ഷ UDF അംഗങ്ങൾ എതിർക്കുകയാണ്. ഇന്റർവ്യൂ നടക്കുന്ന ദിവസം 15 UDF കൗൺസിലർമാരും ആ ഇന്റർവ്യൂ ബോർഡിനെ ഉപരോധിക്കും. ഒരു കാരണവശാലും ഈ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള വർക്കർ ഹെൽപ്പർ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമേയില്ല. പശുവിന്റെ പേര് പറഞ്ഞ് രാജ്യത്ത് സാമുദായിക ഭിന്നത ഉണ്ടാക്കാനാണ് RSSും BJPയും ശ്രമിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ. സംസ്ഥാന സർക്കാർ വയനാടിനോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും MM ഹസൻ ആവശ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കൊളകപ്പാറ ചൂരിമലയിൽ നടന്ന കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് ഔസേപ്പ് പുളിമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, ND അപ്പച്ചൻ, KPCC സെക്രട്ടറിമാരായ KK അബ്രഹാം, MS വിശ്വനാഥൻ, സക്കീർ ഹുസൈൻ, വത്സനൻ, CP വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ആദരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് റെയിൽവേ വയനാടിന്റെ മാത്രം സ്വപ്നമല്ലെന്നും കേരളത്തിന്റേതു കൂടിയാണെന്നും വണ്ടൂർ MLA AP അനിൽകുമാർ. ജീവിക്കാൻ മാർഗങ്ങളില്ല, അംഗവൈകല്യം സംഭവിച്ച ആദിവാസി മധ്യവയസ്കൻ ഭിക്ഷാടനം നടത്തുന്നു. ബന്ധപ്പെട്ട വകുപ്പിന് അപേക്ഷ നൽകിയിട്ടും നടപടിയില്ല. കർക്കിടക വാവുബലി, തിരുനെല്ലി പൊൻകുഴി ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബലികർമ്മങ്ങൾ പുലർച്ചെ 3:30 മുതൽ ആരംഭിക്കും. അപകടക്കെണി ഒരുക്കി വനപാതയോരങ്ങളിലെ ഉണങ്ങിയ മരങ്ങൾ. ബത്തേരി പുൽപ്പള്ളി റോഡിൽ യാത്ര ജീവൻ പണയം വെച്ച് ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. ജനവാസ കേന്ദ്രത്തിൽ പുലിയിറങ്ങി. ചീരാൽ കണ്ണിവട്ടം പ്രദേശം ഭീതിയിൽ. വനംവകുപ്പ് തിരച്ചിൽ നടത്തി. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.